പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിലെ ബ്ലോക്ക് 2 അലങ്കാരവും വൃത്തവും എന്ന യൂണിറ്റിൽ ആദ്യകാല അലങ്കാര പദ്ധതികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് അലങ്കാരം എന്താണ് എന്ന് നോക്കാം. പ്രാചീന കാലം മുതൽക്ക് തന്നെ കാവ്യവിജ്ഞാനത്തിൻ്റെ പേര് അലങ്കാരശാസ്ത്രം എന്നായിരുന്നു. സാഹിത്യ ചിന്തകന്മാരെ ആലങ്കാരികന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. കാവ്യത്തിൽ സഹൃദയന് ആഹ്ലാദം നൽകുന്ന എന്തും അലങ്കാരമായി ഗണിക്കപ്പെടുന്നു. കാവ്യത്തിൽ സഹൃദയന് ആഹ്ലാദം നൽകുന്ന ഏതിനെയും നമുക്ക് അലങ്കാരമെന്ന് വിളിക്കാം. കാവ്യത്തിൽ രസത്തെയാണ് അലങ്കരിക്കേണ്ടതെന്ന ധാരണ ശക്തമായിരുന്നു. എങ്കിലും പിൽക്കാലത്ത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അലങ്കാരങ്ങൾക്ക് ലക്ഷണങ്ങൾ കൽപ്പിച്ചു. ലക്ഷണം നോക്കി അലങ്കാരങ്ങൾ നിർണയിക്കുക, ഒരലങ്കാരവും മറ്റൊരലങ്കാരവും തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കുക, അലങ്കാരങ്ങളുടെ എണ്ണവും ഗുണവും നോക്കി കവിതയുടെ മൂല്യം നിർണയിക്കുക എന്ന രീതികൾ കടന്നു വന്നു. പ്രാചീന അലങ്കാരികന്മാരുടെ പക്ഷത്തിൽ അലങ്കാരങ്ങൾ രസത്തെ പരിപോഷിപ്പിക്കണം. കാവ്യത്തിലെ അലങ്കാരങ്ങൾ രസത്തെ പരിപോഷിപ്പിക്കുന്നവയായിരിക്കണം. അലങ്കാരങ്ങൾ മിതമായിരിക്കണം. ഔചിത്യമാണ് പരമപ്രധാനമായത്. പാദസരം കഴുത്തിലും തോൾവള കാലിലും മാല അരയിലും കെട്ടിയാൽ ശരിയാവുകയില്ല. അതുപോലെ തന്നെ രസത്തിന് പോഷകമായ അലങ്കാരങ്ങളാണ് വേണ്ടത്. പാദസരം കഴുത്തിലും തോൾവള കാലിലും മാല അരയിലും കെട്ടിയാൽ ശരിയാവാത്തതുപോലെ രസത്തിന് പോഷകമായ അലങ്കാരങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ശബ്ദാലങ്കാരങ്ങൾ, പ്രത്യേകിച്ച് ആദ്യാക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം എന്നിവ കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ആദ്യാക്ഷരപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നവയാണ്. ശബ്ദാലങ്കാരങ്ങൾ അധികമാകരുത്. യമകം, ശ്ലേഷം, അനുപ്രാസം ഇവയൊക്കെ ഇടയ്ക്ക് ആകാം. കാവ്യത്തിൻ്റെ ലാവണ്യത്തെ പരിപോഷിപ്പിക്കുന്ന അലങ്കാരങ്ങൾ അഴിച്ചെടുത്ത് പരിശോധിക്കാൻ പാടില്ല. കാവ്യത്തിൻ്റെ ലാവണ്യത്തെ അല്ലെങ്കിൽ സൗന്ദര്യത്തെ പരിപോഷിപ്പിക്കുന്ന അലങ്കാരങ്ങൾ അഴിച്ചെടുത്ത് പരിശോധിക്കാൻ പാടില്ല. കാവ്യശരീരമായ ശബ്ദാർത്ഥങ്ങൾക്ക് ആഹാര്യശോഭ ജനിപ്പിക്കുന്നവയാണ് അലങ്കാരങ്ങൾ. കാവ്യശരീരമായ ശബ്ദാർത്ഥങ്ങൾക്ക് ആഹാര്യശോഭ ജനിപ്പിക്കുന്നവയാണ് അലങ്കാരങ്ങൾ. അലങ്കരിക്കുന്നത് അലങ്കാരം. കാവ്യശോഭാകാരൻ ധർമാനലങ്കാരൻ പ്രജക്ഷതേ എന്നാണ് ആചാര്യദിണ്ഡി അലങ്കാരത്തെ കുറിച്ച് പറയുന്നത്. കാവ്യം ഗ്രാഹ്യമലങ്കാരാത് സൗന്ദര്യമലങ്കാരഃ എന്ന് വാമനാചാര്യനും അലങ്കാരത്തെ നിർവചിച്ചിട്ടുണ്ട്. അലം കരോത് എന്നാണ് അലങ്കാര ശബ്ദത്തിൻ്റെ അർത്ഥം. അലം കരോത് എന്നാണ് അലങ്കാരം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം. അതായത് മതിയാവോളം ചെയ്യുക, ഔചിത്യത്തോടു കൂടി പ്രയോഗിക്കുക എന്ന അർത്ഥവും അലങ്കാരത്തിനുണ്ട്. മതിയാവോളം ചെയ്യുക, അതുപോലെ തന്നെ ഔചിത്യത്തോടെ പ്രയോഗിക്കുക എന്ന അർത്ഥവും അലങ്കാരത്തിനുണ്ട്. വ്യാപകവും പരിമിതവുമായ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്കാണ് അലങ്കാരം. ഭരതമുനി മുതൽ വിശ്വനാഥ കവിരാജൻ വരെയുള്ള ഭാരതീയ അലങ്കാരികന്മാർ അലങ്കാരത്തെ നിർവചിക്കുകയും വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായ അർത്ഥത്തിൽ അലങ്കാരം കാവ്യ സൗന്ദര്യ നിദാനമായ സകല ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. വ്യാപകമായ അർത്ഥത്തിൽ അലങ്കാരം എന്നത് കാവ്യ സൗന്ദര്യ നിദാനമായ സകല ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. എന്നാൽ ഔചിത്യപൂർവം ഉപയോഗിക്കാത്തവർക്ക് അത് ഏച്ചുകിട്ടലായി തോന്നുകയും ചെയ്യും. എന്നാൽ അത് ഔചിത്യപൂർവം പ്രയോഗിച്ചില്ലെങ്കിൽ ഏച്ചുകെട്ടലായി തോന്നും. പുതിയ കാലത്തെ കാവ്യബിംബങ്ങളും പ്രതിമാനവുമെല്ലാം യഥാർത്ഥത്തിൽ അലങ്കാരങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്നവയാണ്. സാഹിത്യത്തിലെ ഭാഷയും
അതിലെ ഉള്ളടക്കവും നമുക്ക് നിത്യപരിചിതമായിരിക്കാം. പക്ഷേ ശബ്ദാർത്ഥങ്ങളുടെ വിചിത്രമായ വിന്യാസ ഭംഗി കൊണ്ട് കവികൾ വായനക്കാരെ വല്ലാതെ മോഹിപ്പിക്കുന്നു. ഈ വ്യാമോഹന ശക്തിയുടെ അടിസ്ഥാനം അലങ്കാരമാണെന്ന് നീലകണ്ഠ ദീക്ഷിതർ പറയുന്നു. അലങ്കാരങ്ങളുടെ പ്രാധാന്യത്തെ ആണ് ഇത് എടുത്തു കാട്ടുന്നത്. അതിനാൽ വാമനാചാര്യൻ പറഞ്ഞത് തന്നെ ഉറപ്പിക്കാം, സൗന്ദര്യം അലങ്കാരഃ. യാസ്കന്റെ നിരുക്തത്തിലാണ് ആദ്യമായി അലങ്കാര സൂചനയുള്ളതെന്ന് കാണാം. തുടർന്ന് ഭരതമുനി ഉപമ, രൂപകം, ദീപകം, യമകം എന്നിങ്ങനെ 4 അലങ്കാരങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഭരതമുനി ഉപമ, രൂപകം, ദീപകം, യമകം എന്നിങ്ങനെ 4 അലങ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭാമഹന്റെ അലങ്കാര സങ്കല്പം നോക്കാം. 7-ാം ശതകത്തിൽ രചിക്കപ്പെട്ട കാവ്യ അലങ്കാരമാണ് ആദ്യത്തെ സാഹിത്യമീമാംസാ ഗ്രന്ഥം. ആദ്യത്തെ സാഹിത്യമീമാംസാ ഗ്രന്ഥമാണ് ഭാമഹന്റെ കാവ്യാലങ്കാരം. കാവ്യ സൗന്ദര്യം പ്രതിപാദന വൈചിത്രത്തെ ആശ്രയിക്കുന്നുവെന്ന് അതിൽ അദ്ദേഹം പറയുന്നു. കാവ്യ സൗന്ദര്യം പ്രതിപാദന വൈചിത്രത്തെ ആശ്രയിക്കുന്നു. കാവ്യത്തിൻ്റെ സവിശേഷ ധർമ്മം കേവല രസമല്ലെന്നും ശബ്ദ സംരചനയിലും അർത്ഥ സംവിധാനത്തിലും വരുത്തുന്ന വൈചിത്രമാണെന്നും ആദ്യകാല പണ്ഡിതന്മാർ പറയുന്നു. ഭാമഹൻ, ഉദ്ഭടൻ, രുദ്രൻ എന്നിവരാണ് അലങ്കാര പ്രാധാന്യവാദത്തെ ഒരു പ്രമുഖ സിദ്ധാന്തമാക്കി വളർത്തിയത്. അർത്ഥാലങ്കാരങ്ങളെയും ശബ്ദാലങ്കാരങ്ങളെയും ഒരുപോലെ പ്രധാനമാണെന്ന് ഭാമഹൻ പറയുന്നു. അർത്ഥാലങ്കാരങ്ങളും ശബ്ദാലങ്കാരങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളവയാണ്. വനിതാമുഖം ആകർഷകമാണെങ്കിലും ആലങ്കാരികമല്ലെങ്കിൽ ശോഭിക്കുകയില്ല എന്ന് ഭാമഹൻ പറയുമ്പോൾ കാവ്യത്തിൽ അലങ്കാരത്തിന് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം വ്യക്തമാണ്. ഒന്നുകൂടി പറയാം, വനിതാമുഖം ആകർഷകമാണെങ്കിലും അലങ്കാരമില്ലെങ്കിൽ ശോഭിക്കുകയില്ല എന്നത് കാവ്യത്തിൽ അലങ്കാരത്തിനുള്ള പ്രാധാന്യത്തെയാണ് അദ്ദേഹം എടുത്തു കാട്ടുന്നത്. 39 അലങ്കാരങ്ങളെയാണ് അദ്ദേഹം ലക്ഷ്യലക്ഷണം നിർവഹിച്ചിരിക്കുന്നത്. 39 അലങ്കാരങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പ്രകാശിക്കുന്നു, പക്ഷികൾ ചേക്കേറുന്നു എന്നും മറ്റുമുള്ള പ്രസ്താവങ്ങൾ കാവ്യമല്ല, വെറും വാർത്തയേ ആവൂ. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പ്രകാശിക്കുന്നു, പക്ഷികൾ ചേക്കേറുന്നു, ഈ പ്രസ്താവനകളെല്ലാം തന്നെ കാവ്യമല്ല, വാർത്ത മാത്രമാണ്. ഇതേ ആശയം ഒന്ന് വളച്ചു കെട്ടി അനുപ്രാസം മുതലായ ശബ്ദഭംഗികളോ ഉപമ തുടങ്ങിയ അർത്ഥഭംഗികളോ കലർത്തി അവതരിപ്പിച്ചാലേ കാവ്യമാവുകയുള്ളൂ. ഒരു ആശയത്തെ ഒന്ന് വളച്ചു കെട്ടി അനുപ്രാസം മുതലായ ശബ്ദഭംഗികളോ ഉപമ തുടങ്ങിയ അർത്ഥഭംഗികളോ കലർത്തി അവതരിപ്പിച്ചാലേ കാവ്യമാവുകയുള്ളൂ. അപ്പോൾ വളച്ചു കെട്ടി പറയുക, വക്രോക്തിയാണ് സാമാന്യ ഭാഷയിൽ നിന്ന് കാവ്യഭാഷയെ വ്യാവർത്തിപ്പിക്കുന്ന സൗന്ദര്യത്വം അഥവാ അലങ്കാരങ്ങളുടെ സാമാന്യധർമ്മം എന്നാണ് ഭാമഹന്റെ സിദ്ധാന്തം. നേരിട്ട് അർത്ഥം മനസ്സിലാകുമാറ് വളച്ചുകെട്ടൊന്നും കൂടാതെ ശ്രുതിപേശലമായി പറയുന്നത് കൊണ്ട് മാത്രം വാക്കിന് സൗന്ദര്യമുണ്ടാവുകയില്ല. ശബ്ദാർത്ഥങ്ങളുടെ വക്രമായ ഉക്തിയാണ് വാക്കിന് അലങ്കാരം. ശബ്ദാർത്ഥങ്ങളുടെ വക്രമായ ഉക്തിയാണ് വാക്കിൻ അലങ്കാരം. മഹാകാവ്യം, നാടകം, മുക്തകം, ആഖ്യായിക തുടങ്ങിയ എല്ലാ കാവ്യഭേദങ്ങളിലും വക്രോക്തി ഉണ്ടായിരിക്കണം. എല്ലാ കാവ്യഭേദങ്ങളിലും വക്രോക്തി ഉണ്ടായിരിക്കണം. ദുരുക്തം പോലും പ്രതിപാദന വൈചിത്രം കൊണ്ട് സുന്ദരമായി തീരും. ദുരുക്തം പോലും പ്രതിപാദന വൈചിത്ര്യം കൊണ്ട് സുന്ദരമായി തീരുന്നതാണ്. ആചാര്യദിണ്ടി അലങ്കാരങ്ങളെക്കാൾ ഗുണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അലങ്കാരങ്ങളോടും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അലങ്കാരങ്ങളെ ഭാമഹനേക്കാൾ വിസ്തരിച്ച് അദ്ദേഹം പറയുന്നത്. എല്ലാ അലങ്കാരങ്ങളും അർത്ഥത്തെ സരസമാക്കുന്നു, ചമൽക്കാരമുള്ളതാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ അലങ്കാരങ്ങളും അർത്ഥത്തെ സരസമാക്കുന്നു, ചമൽക്കാരമുള്ളതാക്കുന്നു.
അലങ്കാരങ്ങൾക്ക് ഒരു സാമാന്യ ലക്ഷണം ആദ്യമായി നിർദ്ദേശിച്ചതും ദണ്ഡി തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാവ്യശോഭാകാരൻ ധർമാൻ അലങ്കാരൻ പ്രജക്ഷത എന്ന് കാവ്യാദർശത്തിലാണ് ദണ്ഡി പറയുന്നത്. കാവ്യത്തിന് ശോഭയുളവാക്കുന്ന ധർമ്മങ്ങളാണ് അലങ്കാരങ്ങൾ. കാവ്യത്തിന് ശോഭയുളവാക്കുന്ന ധർമ്മങ്ങളാണ് അലങ്കാരങ്ങൾ. വാക്മയത്തെ അല്ലെങ്കിൽ കാവ്യത്തെ സ്വഭാവോക്തി വക്രോക്തി എന്നിങ്ങനെ രണ്ട് വിധത്തിൽ അദ്ദേഹം സാമാന്യമായി വിഭജിക്കുന്നു. കാവ്യത്തെ അദ്ദേഹം രണ്ട് തരത്തിൽ വിഭജിക്കുന്നു. ഒന്ന് സ്വഭാവോക്തി, മറ്റൊന്ന് വക്രോക്തി. സ്വഭാവോക്തി അലങ്കാരങ്ങളിൽ പ്രഥമ ഗണനീയമാണെന്ന് സിദ്ധാന്തിക്കുകയും ഹേതു സൂക്ഷ്മലേശങ്ങളെ ഏറ്റവും നല്ല അലങ്കാരങ്ങളായി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹേതു സൂക്ഷ്മലേശങ്ങളെ ഏറ്റവും നല്ല അലങ്കാരങ്ങളായി പരിഗണിച്ചു. വക്രോക്തി ഭേദങ്ങളായ എല്ലാ അലങ്കാരങ്ങളുടെയും പരമാശ്രയം അതിശയോക്തിയാണെന്ന് ഭാമഹനെ പോലെ തന്നെ ദണ്ഡിയും പറഞ്ഞിട്ടുണ്ട്. വക്രോക്തി ഭേദങ്ങളായ എല്ലാ അലങ്കാരങ്ങളുടെയും പരമാശ്രയം അതിശയോക്തിയാണ്. അലങ്കാര സംഖ്യയിലെ ഭേദങ്ങൾ. ഭരതമുനി നാട്യശാസ്ത്രത്തിൽ ഉപമ, ദീപകം, രൂപകം എന്ന അർത്ഥാലങ്കാരങ്ങളെയും യമകം എന്ന ശബ്ദാലങ്കാരത്തെ പറ്റിയുമാണ് പറയുന്നത്. 4 അലങ്കാരങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന് ഉപമ, ദീപകം, രൂപകം. ഇവ അർത്ഥാലങ്കാരങ്ങളാണ്. മറ്റൊന്ന് യമകം എന്ന ശബ്ദാലങ്കാരത്തെക്കുറിച്ചും പറയുന്നു. ഉപമയ്ക്ക് 5 യമകത്തിന് 10 രൂപഭേദങ്ങൾ ഉള്ളതായും പറയുന്നുണ്ട്. അയ്യപ്പ ദീക്ഷിതർ 150 അലങ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭരതൻ 19 എണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രധാനമായും 4 എണ്ണമാണ്. ഉപമയ്ക്ക് 5 യമകത്തിന് 10 രൂപഭേദങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് 19 എന്ന സംഖ്യയിലേക്ക് എത്തുന്നത്. ഭാമഹൻ 38, ദണ്ഡി 37 കാവ്യാദർശം എന്ന കൃതിയിലാണ് പറയുന്നത്. വാമനൻ 39, അത് കാവ്യാലങ്കാര സൂത്രവൃത്തിയിലാണ് അദ്ദേഹം പറയുന്നത്. രുദ്രടൻ 68, രുദ്രന്റെ കൃതിയുടെ പേര് കാവ്യാലങ്കാരം എന്നാണ്. ഭോജൻ 72 അലങ്കാരങ്ങളെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് സരസ്വതി കണ്ഠാഭരണം. മമ്മടഭട്ടൻ 115 അലങ്കാരങ്ങളെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിന്റെ കൃതി കാവ്യപ്രകാശം. രുയ്യകൻ 82 അലങ്കാരങ്ങളെക്കുറിച്ച് പറയുന്നു. അലങ്കാര സർവസ്വം എന്നാണ് കൃതിയുടെ പേര്. വിശ്വനാഥൻ 72, അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് സാഹിത്യദർപ്പണം. അയ്യപ്പ ദീക്ഷിതർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 150, അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് കുവലയാനന്ദം. ഇങ്ങനെയാണ് അലങ്കാര സംഖ്യയെക്കുറിച്ചുള്ള വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായം. രുദ്രടനാണ് ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം എന്നിങ്ങനെ അലങ്കാരങ്ങളെ 2 വിഭാഗമാക്കിയത് രുദ്രടനാണ്. ചമൽക്കാരത്തിന് കാരണമായ അതിശയം, സാദൃശ്യം, ശ്ലേഷം, വാസ്തവം എന്നിവ അടിസ്ഥാനമാക്കി അർത്ഥാലങ്കാരങ്ങളെ വിഭജിച്ചതും രുദ്രടൻ തന്നെയാണ്. ഒന്നുകൂടി പറയാം. അതിശയം, സാദൃശ്യം, ശ്ലേഷം, വാസ്തവം എന്നിവയെ അടിസ്ഥാനമാക്കി അർത്ഥാലങ്കാരങ്ങളെ വിഭജിച്ചതും രുദ്രടനാണ്. AR രാജരാജവർമ്മ കുവലയാനന്ദത്തെ പിന്തുടർന്ന് ഭാഷാഭൂഷണത്തിലെ അലങ്കാരങ്ങളെ ലക്ഷ്യലക്ഷണങ്ങൾ നിർദ്ദേശിക്കുകയും രുദ്രടനെ മാതൃകയാക്കുകയും ചെയ്തിട്ടുണ്ട്. ധ്വനി സിദ്ധാന്തത്തിന്റെ വക്താവായ ആനന്ദവർദ്ധനൻ അലങ്കാരത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. കവിയുടെ അന്തർചോദനയിൽ നിന്നും വരുന്ന ഭാവങ്ങൾ ആവിഷ്കാരത്തെ സുഗമമാക്കുന്ന രീതിയിൽ പ്രത്യേക പ്രയത്നം കൂടാതെ തനിയെ വന്നു ചേരുന്ന അലങ്കാരങ്ങൾ മാത്രമേ കവി ഉപയോഗിക്കാൻ പാടുള്ളൂ. കവിയുടെ അന്തർചോദനയിൽ നിന്ന് വരുന്ന ഭാവങ്ങൾ ആവിഷ്കാരത്തെ സുഗമമാക്കുന്ന രീതിയിൽ പ്രത്യേക പ്രയത്നം കൂടാതെ തനിയെ വന്നു ചേരുന്ന അലങ്കാരങ്ങൾ മാത്രമേ കവി ഉപയോഗിക്കാൻ പാടുള്ളൂ. അലങ്കാരങ്ങൾ മനഃപൂർവ്വം ചിന്തിച്ച് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചാൽ വൈരസ്യമുണ്ടാകും. മറിച്ച് എഴുതിപ്പോകുന്ന കവിത പോലെ തനിയെ ഉണ്ടാകുന്ന അലങ്കാരങ്ങൾ ആനന്ദദായകമായിരിക്കും. അപ്പോൾ മനഃപൂർവ്വം അലങ്കാരങ്ങൾക്ക് വേണ്ടി അലങ്കാരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. എഴുതിപ്പോകുന്ന കവിത പോലെ തനിയെ ഉണ്ടാകുന്ന അലങ്കാരങ്ങളാണ് കവിതയ്ക്ക് ആനന്ദദായകമായി മാറുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു കേട്ടോ.